ഹലോ ഗൈസ്, അപ്പം നമ്മൾ വാങ്ങിച്ചു ഈ ഒരു ക്ലേയുടെ സെറ്റ്. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലേയുടെ പാക്കാണ്. ഇതിനകത്ത് 12 കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ടൂൾസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ടൂൾസ് കിട്ടിയതാണ്, കാരണം എൻ്റെ ഒരു ടൂൾസും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് ഫസ്റ്റ് പൊട്ടിക്കാനായിട്ട് പോയപ്പോഴാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് ഓപ്പണിംഗ് ഉണ്ടെന്ന് കണ്ട്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഗൈസ് അതിനകത്ത് വേറെ പോലെ എന്തൊരു സാധനം കണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് അത് വേറെയല്ല, എന്തോ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം അതിനകത്തുള്ള. എന്നാൽ ആദ്യം ഞാൻ പേടിച്ചു പോയി, എന്താണ് അതെടുത്ത് എറിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ക്ലേ കയ്യിൽ വെച്ചുരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കാറ്റസ് ഉണ്ടല്ലോ, കള്ളിമുൾച്ചെടിയുടെ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതിനകത്ത് നമ്മൾ കള്ളിമുൾച്ചെടിയെ വെച്ച് കൊടുക്കുകയാണ്. കള്ളിമുൾച്ചെടി ഉണ്ടാക്കാനായിട്ട് ഒരു പച്ച കളറുള്ള ക്ലേ എടുത്തിട്ട് അതൊന്ന് ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത് ശരിയായില്ല. പിന്നെ ഞാൻ രണ്ടാമതേയും വെച്ച് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തപ്പം അത് സെറ്റായി. ഈ ഒരു ക്ലേ ഉണ്ടല്ലോ, അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതെടുക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. അത് കഴിഞ്ഞ് അടുത്ത് അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഷേപ്പ് കൂടെ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ 2-3 തവണ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു കുഞ്ഞ് ഷേപ്പ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടിയത്. ഒരു പിങ്ക് കളർ എടുത്തിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു കാറ്റസിലോട്ട് ഈ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഉരുട്ടിയെടുത്ത് ഈ ഒരു ക്ലേയെ എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ആക്കി എടുത്തിട്ട് അടുത്തതിലും ഇതുപോലെ തന്നെ ചെറിയ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് മിഡിലായിട്ട് ആ ഒരു റോസ് മാറ്റിയിട്ട് ഞാൻ ഇല ആക്കി കൊടുക്കുന്നുണ്ട്, ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ പിന്നെ റോസ് വെക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു വീഡിയോ? അതുപോലെ തന്നെ നമ്മുടെ കാറ്റസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും, അതുപോലെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റും ചെയ്യണേ. അത്രേ ഉള്ളൂ. ബൈ.